അതേപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു ചേഞ്ച് ആണ്. കാരണം ഫുട്ബോൾ പണ്ട് എന്ന് പറയുമ്പോൾ റൊണാൾഡീനിയോ അല്ലെങ്കിൽ പെലെ ആ ഒരു ടൈമിൽ, ഇപ്പൊ പെലയുടെ നമ്മൾ ജിങ്ക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ടൈമിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇൻഡിവിജ്വലിസ്റ്റ് എന്താ പറയുക, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസസിനും അതേപോലെ തന്നെ ഷോ ബോട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കളികൾക്കൊക്കെ നന്നായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ റൊണാൾഡീനിയോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്ലേയേഴ്സ് സ്വന്തമായിട്ട്, ഇപ്പൊ മെസ്സിയൊക്കെ നമ്മൾ 10-20 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്ത് കളികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പെലയുടെ സംഭവം നോക്കുകയാണെങ്കിൽ അപ്പൊ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്, ഇപ്പൊ ടോട്ടലി മാറിപ്പോയി. ഇപ്പൊ ടോട്ടലി എന്താ പറയാ, ആ ഒരു സംഭവം മൊത്തത്തിൽ മാറിക്കാണ്. ഇപ്പോഴത്തെ നമ്മൾ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മെയിൻ ഇപ്പൊ ഇതുപോലെ, അതായത് പണ്ടത്തെ റൊണാൾഡീനിയോനെ പോലെ അല്ലെങ്കിൽ നമ്മളെ പെലെനെ പോലെ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ. ഇപ്പൊ ഒരു ഇപ്പൊ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് കളി ആയിക്കണ്. അതായത് കുറെ പാസ് ഇട്ട് കൊടുക്കുക, കളി കാണാൻ തന്നെ ഒരു പണ്ടത്തെ രീതിയിലുള്ള ഒരു ത്രില്ലില്ല ഇപ്പൊ. പണ്ട് നമ്മളെ MSN വേഴ്സസ് BBC എന്നൊക്കെ പറയും. അപ്പൊ അന്നത്തെ എൽ ക്ലാസിക്കോല് പറഞ്ഞാല് അത് വേറെ തന്നെ ഒരു ഒരു വൈബായിരുന്നു. കുറെ പ്ലേയേഴ്സ് പാസ് ഇട്ട് കൊടുക്കണ്, ക്രോസ് ചെയ്യണ്, എന്താണ് അവിടെ കുറെ പ്ലേയേഴ്സ് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് കാഴ്ചവെക്കണ്. അങ്ങനെ വേറെ തന്നെ ഒരു വൈബായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് പെലെ, അല്ല എന്താ പറയാ, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ആന്റണി, ഇപ്പൊ നമ്മള് മെയിൻ പ്ലേയേഴ്സ് എടുത്തുകൊണ്ട് ആന്റണി, റാഷ്ഫോർഡ്, അങ്ങനെ എന്താണ് ഭയങ്കര ഇതായിട്ടുള്ള പ്ലേയേഴ്സ്, ഷോ ബോട്ടിങ് ചെയ്യാത്ത പ്ലേയേഴ്സുകളാണ്. പക്ഷെ മറിച്ച് പണ്ട് അങ്ങനെയല്ല. ഇപ്പൊ ഫുട്ബോൾ ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത് ഫുട്ബോളിന്റെ ആസ്വാദനത്തിന് എത്രമാത്രം ബാധിക്കണമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോ വെറും പാസിംഗ് ഗെയിം, അത് സിസ്റ്റമാറ്റിക് ഒരു ടീം വർക്കാണ് ഫുട്ബോൾ. പാസിംഗ് ഗെയിമാണ് കൂടുതൽ വേണ്ടത് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. പാസിംഗ് ഗെയിം പ്ലസ് സ്കോറിങ് ഒക്കെ വേണം. പക്ഷെ എന്നിരുന്നാലും ആൾക്കാരെ കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കുക ഇതേപോലത്തെ സ്കിൽസും മറ്റു കാര്യങ്ങളാണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഡിവിജ്വൽ സ്കിൽസുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർ ഇൻഡിവിജ്വൽ സ്കിൽസ് പുറത്ത് കൊണ്ടുവരണം. എല്ലാ ടൈമിലും പാസ് ചെയ്യണം, പാസ് ചെയ്യേണ്ട സമയത്ത് പാസ് ചെയ്യണം. അതല്ല മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്യണം, ഷൂട്ട് ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പോ അന്നത്തെ കാലത്ത് അത്ര എന്റർടൈനിങ് അല്ല ഇന്നത്തെ ഫുട്ബോള്. അന്നത്തെ കാലത്തെ ഓഡിയൻസ് അല്ല അന്നത്തെ ഓഡിയൻസ് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അന്നത്തെ കാലത്തെ ഓഡിയൻസിനെ പോലെ അല്ല ഇന്നത്തെ ഓഡിയൻസ്. ഫുട്ബോൾ ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പൊ ഇൻഡിവിജ്വൽ ഗെയിമിൽ മാത്രം ഫുട്ബോളിൽ ഒന്നും നടക്കില്ല. ഒരു ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാലാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിലേക്ക് ഫുട്ബോള് ചുരുങ്ങിയിരിക്കുന്നു. എന്റർടൈനിങ് ആയിട്ടുള്ള സ്കിൽസിനെക്കാളും കൂടുതലായിട്ട് ടീം ഗെയിമാണ് വേണ്ടത് എന്നുള്ള വാസ്തവമാണ്. എന്നിരുന്നാലും ചില നേരത്തൊക്കെ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ സ്കിൽസ് ഒക്കെ ഉണ്ടാവും. ഇൻഡിവിജ്വൽ സ്കിൽസുള്ള പ്ലേയേഴ്സ് ഉള്ളതും ഫുട്ബോളിന് ഓരോരുത്തര് എന്റർടൈനിങ് ആണ്. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചിട്ട്, ഇപ്പൊ ഈ പണ്ടത്തെ റൊണാൾഡോന്റെ കളി നമ്മൾ കണ്ടിട്ടില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കളി. റൊണാൾഡോ ഒരു എതിർ കളിക്കാരനെ അത്രയും സമയം ഇങ്ങനെ ഓന്റെ സ്കില്ലൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഷോ ബോട്ടിങ് നമ്മൾ പറയണ പോലെ ആ ഒരു രീതിയിൽ കളി ഒരു എന്താ കളിപ്പിക്കാന്നൊക്കെ നമ്മൾ പറയില്ല, അത്രയും ഒരു 2-4 മിനിറ്റ് അത് നിന്ന് നിൽക്കും. പക്ഷെ അങ്ങനത്തെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസസ് ഇപ്പൊ കുറവാണ്. അങ്ങനത്തെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഈ ഇപ്പൊ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് പണ്ടത്തെ അങ്ങനെ കാഴ്ചവെക്കുന്ന പ്ലേസ് പണ്ടത്തേനോട് അപേക്ഷിച്ച് ഇപ്പൊ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക, കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതായത് ഫുട്ബോൾ ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ആയിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്, കുറച്ച് കളികളുണ്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണല്ലോ എന്ന് തോന്നുന്ന കളികളുണ്ട്. പക്ഷെ പണ്ടത്തെ ആ ഒരു ബ്രസീലിയൻ ടച്ച് ഉള്ള ബ്രസീലിന്റെ കളികളും അതേപോലെ തന്നെ എന്താ പറയുക എല്ലാം കൂടി ഇപ്പൊ നമ്മള് ക്ലബ് ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ബ്രസീലിയൻ പ്ലേയേഴ്സ് ഉണ്ടാവും അവിടെ, അർജന്റീനിയൻ പ്ലേയേഴ്സ്, എല്ലാ പ്ലേയേഴ്സും ഉണ്ടാവും. അപ്പൊ അവരെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രസീലിയൻ പ്ലേയേഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, കുറെ സ്കിൽസ്, കുറെ ഒരു മാജിക് ടച്ച് നമ്മൾ പ്രതീക്ഷിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വേറൊരു രാജ്യത്തിന്റെ കളിക്കാർ പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും അവരവരായിട്ടുള്ള കളികൾ, പ്ലേയിങ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഒന്നിക്കുമ്പോഴാണ് ആ ഒരു കളി നമുക്ക് ആസ്വാദികരാവുക. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ എന്താണ്, ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരേ രീതിയിൽ കളിക്കണ പോലെ നമുക്ക് തോന്നുക. അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഇതില്ല. ഇപ്പൊ സ്പെയിന്റെ കളിയൊക്കെ നമ്മൾ നിർത്തി നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ബാർസലോണ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പെഡ്രി അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ കളിക്കുന്നത് കണ്ട് നമുക്ക് തോന്നുന്നത് ഇവരെല്ലാവരും ഒരേപോലെ കളിക്കുന്നത്. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് ശരിയാണ്. ഇപ്പൊ ബ്രസീലിനെ എടുത്തുമ്പോ ജിങ്ക പ്ലേസ് സ്റ്റൈലാണ് പലപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. സ്പെയിൻ അപ്പുറത്ത് ടിക്കി ടാക്ക. അങ്ങനെയുള്ള ഓരോ ടീമിനും അവരുടേതായിട്ടുള്ള ഗെയിമിംഗ് സ്റ്റൈലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫുട്ബോള് ഒരു യൂണിഫോം ആയിട്ട് പോണ ഒരു ഗെയിമായിട്ട് കാണിക്കണം. ഒരു തരത്തിലുള്ള ചേഞ്ചും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇൻഡിവിജ്വൽ സ്കിൽസ് കൂടി വേണം. അപ്പോഴാണ് ഫുട്ബോളിന് കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് ഉണ്ടാവുക ഫുട്ബോൾ.